ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൻ്റെ ജാറിലേക്ക് ഈ കളറുള്ള പരിപ്പില്ലേ അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ പരിപ്പും എടുത്താൽ മതി. പിന്നെ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും 2 ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് പയർ അരിഞ്ഞതും പിന്നെ കുറച്ച് മുരിങ്ങക്കായ അരിഞ്ഞതും ഇനി ഒരു തക്കാളിയും ഒരു വലിയുള്ളി അരിഞ്ഞതും ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 8 അല്ലി ചെറിയുള്ളി ചതച്ചതും ചേർക്കാം കേട്ടോ. പിന്നെ 2-3 പച്ചമുളകും ചേർക്കണേ. പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ പച്ചക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എന്നോട് മറന്നുപോയി ചേർക്കാൻ, അപ്പോൾ ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 പച്ചക്കായ അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂൺ, അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും 4-5 അല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചെറിയ ജീരകവും പിന്നെ കുറച്ച് ഉലുവയും അതും 1/2 ടീസ്പൂൺ മതി. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ട് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങ ഒക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലോട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3-4 വെണ്ടക്ക അരിഞ്ഞത് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരപ്പിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി സാമ്പാറിലേക്ക് കുറച്ച് പുളിവെള്ളവും ഈ തേങ്ങ അരപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ള വെണ്ടയ്ക്കയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വറവിടാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 3-4 വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടിയും ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വറവിട്ടത് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.